PK ചേട്ടൻ്റെ ക്ലാസ്സാണ് കേട്ടിരുന്നത്. കാരണം അത് നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ് ആയിരുന്നു. പൊളിച്ച് നമ്മൾ ഏകദേശം സിവിൽ സർവീസും ക്ലാസ് എടുക്കുന്ന പോലെയാണ് ചേട്ടൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. ടെലക്കനെ കുറേ ആൾക്കാർ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ എടുക്കാറ്. നമ്മൾ ഫീൽഡിലേക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരിക. പെയ്ഡ് ക്ലാസ് എടുത്തിരുന്നെങ്കിലും അതിൽ ക്ലാസ് ഈ സ്പെഷ്യൽ ടോപ്പിംഗ് ക്ലാസ് അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഞാൻ PK ചേട്ടൻ്റെ ക്ലാസ്സാണ് കൂടുതൽ കേട്ടത്. അതുകൊണ്ട് അത് കൂടുതൽ ഉപകാരമായി. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒരു ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേൾക്കും. പിന്നെ ആഴത്തിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പലപ്പോഴും ഉറങ്ങാൻ കഴിയില്ല. ഞാൻ ഇൻട്രോവേർട്ടല്ല, ഒരു ആംബിവേർട്ടാണെന്ന് പറയാം. PKPSC Corner. Craft your future. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു PKPSC കോർണർ സക്സസ് സ്റ്റോറീസ്. ഇന്ന് നമ്മളോടൊപ്പം വിജയകഥ പങ്കുവയ്ക്കാനുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 24ാം റാങ്ക് കരസ്ഥമാക്കിയ മലപ്പുറം സ്വദേശി മനു മോഹനാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടെ ലെറ്റ്സ് വെൽക്കം മനു. സ്വാഗതം. അപ്പോൾ കൂടുതലായിട്ട് പരിചയപ്പെടാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ്റെ വൈഫ്, കുട്ടി, ഇവരൊക്കെയാണുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 24ാം റാങ്ക് എന്ന് പറയുമ്പോൾ അത് മികച്ചൊരു അച്ചീവ്മെന്റ് ആണ്. ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നോ? 24 കിട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ എക്സാം കഴിഞ്ഞ് മാർക്കൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ലിസ്റ്റിൽ വരും, ആദ്യത്തെ അഡ്വൈസിൽ പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ 24 റാങ്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും ഹാപ്പി ആയോ? എല്ലാവരും ഹാപ്പിയായി. ഇതിന് പുറകിലൊരു ചരിത്രം ഉണ്ടാവും അല്ലേ? ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആളായിരുന്നോ? ഏത് സമയം തൊട്ടാണ് പ്രിപ്പറേഷൻസ് തുടങ്ങുന്നത്? PSC പ്രിപ്പറേഷൻ തുടങ്ങിയത് ആ കൊറോണ സമയത്തായിരുന്നു. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുക. ഞാൻ അതിനു മുമ്പേ സിവിൽ സർവീസ് നോക്കിയിരുന്നു. പിന്നെ തൽക്കാലം അത് ബ്രേക്ക് ചെയ്ത് ഒരു ജോലി അത്യാവശ്യമായി തോന്നി. അപ്പോൾ PSCയിലേക്ക് വരാനുള്ളൊരു പ്ലാന് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരുന്നത്. അപ്പോൾ കൊറോണ സമയത്ത് ക്ലാസ് കണ്ടു തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് ശേഷമുള്ള എക്സാമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ പിന്നെ അതിനുശേഷം എക്സാം LD ക്ലർക്കായിരുന്നു. LD ക്ലർക്ക് ക്ലിയർ ചെയ്തു. ഗ്രാജുവേഷൻ ഒക്കെ എന്തായിരുന്നു പഠിച്ചത്? BTech ആയിരുന്നു. അപ്പോൾ അന്ന് PSCയിലേക്ക് വരുന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ കുറേ ആൾക്കാർ PSC നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രൈവറ്റ് മേഖല എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പോൾ 6ാം സെമ്മിലാണ് സപ്ലി വന്നത്. കാരണം അതുവരെ ഏതെങ്കിലും എല്ലാ ക്യാമ്പസിൽ പ്ലേസ്മെന്റ് ധാരാളമുണ്ട്, എല്ലാവർക്കും പ്ലേസ്മെന്റ് കിട്ടാറുണ്ട്. ഏത് കോളേജിലായിരുന്നു? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. അപ്പോൾ 6ാം സെമ്മിലാണ് പ്ലേസ്മെന്റ് കോളേജിൽ വരുന്നത്. അപ്പോൾ ആ സെമ്മിൽ തന്നെ സപ്ലി വന്നു, 2 സപ്ലി. അതോടെ പ്ലേസ്മെൻറ്റിൽ ഇരിക്കാൻ പറ്റാതെയായി. അപ്പോൾ പിന്നീട് എന്തെന്ന് ചോദ്യം വന്നപ്പോൾ പിന്നെ സിവിൽ സർവീസ് നോക്കാമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് വന്നു. ഒരു 2 കൊല്ലം നോക്കി. അപ്പോൾ അത് ക്ലിയർ ആയില്ല. പിന്നെ ആ സമയത്താണ് കൊറോണയൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. വീട്ടിലേക്ക് പോയി. പിന്നെ തൽക്കാലം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊരു ഫിനാൻഷ്യലി സപ്പോർട്ട് കുറവാണ്. അപ്പോൾ നമുക്ക് വീട്ടുകാരും എന്താ പറയുക, അച്ഛൻ ദിവസം ജോലിക്ക് പോകുന്നുണ്ട്, ഏട്ടനും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് PSC നോക്കാം. കാരണം പെട്ടെന്നൊരു പരീക്ഷ കഴിഞ്ഞ് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള പ്ലാനിൽ. അതിനുശേഷം എനിക്ക് LD ക്ലർക്ക് കിട്ടിയത്. ഞാൻ LD ക്ലർക്കായി വർക്ക് ചെയ്യുന്നത് നിലമ്പൂർ റവന്യൂവിൽ. ആ സമയത്ത് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും എക്സാം നടന്നത്. അങ്ങനെയാണ് സെക്രട്ടറി അസിസ്റ്റന്റിലേക്ക് വന്നത്. അപ്പോൾ UPSC ബാക്ക്ഗ്രൗണ്ട് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. കാരണം NCERT അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ വായിച്ചിരുന്നു. അപ്പോൾ അത് ഇതിന് ഉപകാരമായിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് PSCയിൽ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് പരിചയിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക, അതൊരു ആദ്യത്തെ തോന്നലുണ്ടായില്ല. അപ്പോൾ അത് എക്സാം എഴുതാനൊരു സുഖം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ LD ക്ലർക്ക് ക്രാക്ക് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ആളായിരിക്കാം. അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം LD ക്ലർക്ക് ആകുമ്പോൾ കറക്റ്റ് ഫാക്റ്റാണ് ചോദിക്കുന്നത്, വർഷം കാര്യങ്ങളായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷേ സെക്രട്ടറി അസിസ്റ്റന്റിലേക്ക് വന്നപ്പോൾ ആ ക്വസ്റ്റ്യൻ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. നമുക്ക് ഈ വർഷങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ആ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എളുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് LD ക്ലർക്കിൽ എനിക്ക് സെക്രട്ടറി അത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ശരി, അങ്ങനെയാണ്. നേരെ തിരിച്ചാണ് എല്ലാവർക്കും ഉള്ളതിനൊക്കെ. ഡിഗ്രി ലെവൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽസ് എന്തൊക്കെയായിരുന്നു? ഞാൻ NCERT ഉപയോഗിച്ചിരുന്നു, NCERT വായിച്ചിരുന്നു. പിന്നെ പെയ്ഡ് ആപ്പിൻ്റെ ക്ലാസ് എടുത്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഞാൻ PK ചേട്ടൻ്റെ ക്ലാസ്സാണ് കേട്ടിരുന്നത്. കാരണം അത് നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ് ആയിരുന്നു. അതുപോലെ അതിലെ പൊളിറ്റി നമ്മൾ ഏകദേശം സിവിൽ സർവീസും ക്ലാസ് എടുക്കുന്ന പോലെയാണ് ചേട്ടൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഞാനത് മുഴുവൻ കേട്ടിട്ടില്ല. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് സ്പെഷ്യൽ ടോപ്പിക്കായിരുന്നു. പിന്നെ കൂടുതൽ ഞാൻ ബസ്സിൽ ഇരുന്നുകൊണ്ടാണ് ക്ലാസ് അധികം കേട്ടിരുന്നത്. കാരണം ക്ലാസ് എടുക്കാൻ പോയിരുന്നതെന്ന് ഈ PSC ക്ലാസ്സും അത് കുറേ സെൻറ്റർ ഉണ്ടാവും.
മലപ്പുറത്ത് തന്നെ കുറേ സെൻറ്ററിൽ ക്ലാസ് എടുക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ 7 മണിക്കേ ക്ലാസ് തീരുള്ളൂ. ഓരോ ബാച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് പഠിക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒരു ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേൾക്കും. പിന്നെ ആഴത്തിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പൊളിറ്റി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും നമ്മൾ എക്സാമിൻ്റെ സിലബസിൽ ഒതുങ്ങി നിൽക്കുക. കാരണം കൂടുതൽ നമ്മൾ PhDക്ക് വേണ്ടിയിട്ടല്ലല്ലോ പഠിക്കുന്നത്, നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ലെവലിൽ പഠിച്ചാൽ മതി. നമുക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ നമ്മൾ അതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് കൊടുക്കേണ്ട ടൈം ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. നമ്മൾ ആഴത്തിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ. PK സാറിന്റെ വോയിസിനെ പറ്റി അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആണെന്നുള്ളത്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ആ ഫീൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മറന്നു പോവില്ല, സ്ട്രൈക്ക് ചെയ്ത് അങ്ങ് നിൽക്കും. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്, ഇതിലോട്ട് എത്തിപ്പെടുന്നത്? അത് ടെലഗ്രാം ചാനലിലൂടെയാണ്. നമ്മൾ ടെലഗ്രാം പോൾ ഓരോ ചാനൽ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഏതൊരു ഗ്രൂപ്പിൽ ഞാൻ PK PSC കൊണ്ട് നല്ല ചാനലാണെന്ന് കേട്ടു. അത് കേട്ടിട്ടാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ അപ്പോഴേക്കും കുറേ ക്ലാസ്സുകൾ തീർന്നിട്ടുണ്ട്. അതിലേക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കാണ് കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കാരണം അത് വേറെ എവിടെയും കിട്ടുന്നില്ല. ഇപ്പോൾ പെയ്ഡ് ക്ലാസ് എടുത്തിരുന്നെങ്കിലും അതിൽ ഈ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഞാൻ PK ചേട്ടൻ്റെ ക്ലാസ്സാണ് കൂടുതൽ കേട്ടത്. അതുകൊണ്ട് അത് കൂടുതൽ ഉപകാരമായി. പിന്നെ പ്രിപ്പറേഷൻ്റെ ലെവലിൽ നമ്മൾ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നിയിരിക്കുന്നത്? പഠനം നമ്മൾ ഇടയ്ക്ക് ഡിമോട്ടിവേറ്റഡ് ആയിട്ട് പോകുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ഒരു ഉയർത്ത് വരാനുള്ള ഒരു ടെൻഡൻസി? അതിനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഇൻസ്പിറേഷൻ എന്ന് പറയാൻ നമുക്ക് വേറെ മാർഗ്ഗമല്ല. ഇത് കിട്ടിയേ തീരൂ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ്. കാരണം എനിക്ക് അത്രയും ബ്രേക്ക് വന്നു. ബിടെക് കഴിഞ്ഞുകൊണ്ട് എനിക്ക് അത്രയും ബ്രേക്ക് വന്നു. എനിക്കൊരു കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ ബ്രേക്ക് വന്നു എന്ന് ചോദിക്കും. അപ്പോൾ പ്ലേസ്മെൻ്റ് അവിടെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്കൊരു മാർഗ്ഗം ഉണ്ടായിരുന്നു, PSCയിലേക്ക് എക്സാം എഴുതി കയറുക എന്നുള്ളൊരു മാർഗ്ഗം തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മോട്ടിവേഷനാണ്. നമുക്ക് പലപ്പോഴും ഉറങ്ങാൻ കഴിയില്ല, ഉറങ്ങണമെന്നുണ്ടാവും. പക്ഷേ ഇത്രയും പഠിച്ചു തന്നിട്ടില്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഉറങ്ങാൻ കഴിയില്ല. രാത്രി 2 മണി വരെയും രാവിലെ ഓട്ടോമാറ്റിക്കായിട്ട് ആരും വിളിക്കാതെ അലാറം വെക്കാതെ രാവിലെ 5 മണി 5:30 ആകുമ്പോൾ എണീക്കും. അപ്പോൾ എന്താ പറയുക, സ്വയം മോട്ടിവേറ്റഡ് ആവാം. നമുക്ക് വേറെ മാർഗ്ഗമില്ലെങ്കിൽ നമ്മളത് ചെയ്തേ തീരുള്ളൂ എന്നാണെങ്കിൽ അതങ്ങനെ ചെയ്യും. ഈ ഒരു ജേർണിയിൽ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നോ? ഫാമിലി ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാലും അവർക്കും തോന്നുമല്ലോ, കാരണം എന്തുകൊണ്ട് കുറേ കാലമായി എന്തുകൊണ്ട് എക്സാം കിട്ടുന്നില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇത്രയും കാലമായി എവിടെ എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഈ പ്രിപ്പറേഷൻ്റെ ലെവലിൽ ഇനി വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഓരോരുത്തർക്കും ഓരോരു സ്ട്രോങ് പോയിന്റ് വീക്ക് പോയിന്റ് ഒക്കെ ഉണ്ടാവും, ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പം മനുവിനെ സംബന്ധിച്ച് ഏതായിരുന്നു സ്ട്രോങ്ങും വീക്കും? എനിക്ക് എല്ലാതും വീക്കായിരുന്നു. പിന്നെ ഇത് പഠിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം പുതിയ കാര്യങ്ങൾ അറിയാമെന്നുള്ളതെന്ന് എനിക്ക് സന്തോഷം തന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് ആസ്വദിച്ചിട്ട് തന്നെയാണ് പഠിച്ചിരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാനുള്ള ഒരു കാര്യം, ഈ പുതിയതായിട്ട് കയറിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരെയും കുറിച്ച് കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവരും നല്ല പുലിക്കുട്ടികളാണ്, ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാവരും നല്ല സ്മാർട്ട് ആണെന്നുള്ളതാണ്. അപ്പോൾ PSC സ്റ്റേറ്റ്മെൻറ്റ് പരിഷ്കാരം വരുത്തിയല്ലോ. അപ്പോൾ ഈ സ്മാർട്ട്നെസ്സിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് പരിഷ്കാരങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? സ്റ്റേറ്റ്മെൻറ്റ് പരിഷ്കാരങ്ങളാണെന്ന് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ പണ്ടത്തെ ആൾക്കാരും എക്സ്പെർട്ട് തന്നെയാണ്, നമ്മൾ കയറുന്ന ആൾക്കാരും എല്ലാവരും എക്സാം എഴുതി കയറാണല്ലോ. അപ്പോൾ ആ പാറ്റേൺ മാറിയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത്, ഇപ്പോൾ RTI ആയാലും ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ ആയാലും അങ്ങനെ നമ്മൾ ജോലിക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എക്സാമിന് ആ സിലബസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഉപകാരമാവുന്നുണ്ട്. നമ്മൾ സിലബസിലുണ്ട്. അപ്പോൾ നമുക്കത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് നമുക്കൊരു ആക്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി എക്സാമിന് പഠിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. മറ്റേ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ്, നമ്മളെന്താ പറയുക, അവിടെ നിന്നാണ് പഠിക്കേണ്ടി വരുന്നത്. ഇത് നമ്മൾ എക്സാമിന് തന്നെ പഠിക്കുന്നതുകൊണ്ട് ജോലിക്ക് അതുകൂടെ ഉപകാരമാവുന്നുണ്ട്. അതൊരു എഫിഷ്യൻസിനെ കുറച്ചുകൂടെ കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്ത ഭൂരിഭാഗം പേരും ഇപ്പോൾ വരുന്നതിന് മുന്നേ എന്നോട് സൂചിപ്പിച്ചു, എനിക്കധികം സംസാരിക്കാൻ ഇത്തിരി മടിയുണ്ട്, ഇൻട്രോവേർട്ടാണെന്നൊക്കെ. ഇൻട്രോവേർട്ടുകൾക്കാണോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടുന്നത്? ഞാൻ ഇൻട്രോവേർട്ട് അല്ല, ഒരു ആംബിവേർട്ട് ആണെന്ന് പറയാം. ഇൻട്രോവേർട്ടുകൾക്ക് സെക്രട്ടേറിയറ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളതിനേക്ക് വർക്ക് ചെയ്താൽ ആർക്ക് വേണമെങ്കിലും കിട്ടും. പക്ഷെ നമ്മളെന്താ പറയുക, വേറെ ഒന്നില്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്ത് പോവാതെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ കിട്ടും. അത് നമ്മൾ എക്സ്ട്രാവേർട്ട് ഇൻട്രോവേർട്ട് എന്നുള്ളൊരു മാനദണ്ഡമൊന്നുമില്ല. നമ്മൾ ആരാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. എക്സാം ടൈമിൽ നമ്മൾ എത്ര പഠിച്ചാലും എക്സാമിൻ്റെ ആ സമയത്ത് പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻഷൻ ഉള്ള ആളാണോ? ടെൻഷൻ എനിക്ക് LD ക്ലർക്കിന് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അത് കിട്ടിയില്ലെങ്കിൽ എന്താണെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു, ജോലിക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് എനിക്ക് അങ്ങനെയല്ല. കാരണം LD ക്ലർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കൂൾ മൈൻഡിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഞാൻ ചെന്നപ്പോൾ തന്നെ 7:15 എക്സാം.
എൻ്റെ മൈൻഡിൽ അന്ന് 7:30 എക്സാം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചെന്ന് 7:10 ആകുമ്പോഴാണ് സെൻറ്റർ ഗേറ്റ് കടന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഓടി പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എല്ലാവരും എന്തിനാണ് ഓടുന്നത്, സമയമാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഈ റോൾ നമ്പറൊക്കെ നോക്കി. അപ്പോൾ സാറോട് ഇപ്പോൾ കയറണമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ സാറോട് ഗേറ്റ് ഇപ്പോൾ അടയ്ക്കും, അല്ല ഇനി ആളെ കയറ്റില്ല, കയറാണ് കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ 2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അത്രയും ഒരു കൂളിലാണ് മൈൻഡിലാണ് അന്ന് എക്സാം എഴുതിയിരുന്നത്. ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം LD ക്ലർക്കിനാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കയ്യിലൊരു ജോലി ഉണ്ട്, ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലാണ് എക്സാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് കൂളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. കൂളായിട്ടാണ് എഴുതിയത്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഞങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു? നെഗറ്റീവ് മാർക്ക് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ അറിയുന്നത് എഴുതുക. അപ്പോൾ 50-50 ആണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 50 എണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 എണ്ണം ശരിയാവണമെന്ന് നിർബന്ധമില്ല. അത് ഓരോരുത്തരെ പോലെയാണ്. അത് നമ്മൾ എക്സാം എഴുതി ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തേ ഉള്ളൂ, ആ ഒരു നമ്മൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ മുൻകൂട്ടി നമുക്ക് ചിന്തിച്ച് പോകാൻ പറ്റില്ല. ഞാൻ ഇത്ര 50 എണ്ണം അല്ലെങ്കിൽ 60 എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന ആ ഒരു ചിന്തയോടെ നമുക്ക് എക്സാമിന് പോകാൻ പറ്റില്ല. വന്നാലേ അറിയുള്ളൂ. അപ്പോൾ അത് ആ ഒരു രീതി പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ധാരാളം മോക്ക് ടെസ്റ്റ് എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് അതിൽ എത്രത്തോളം റാങ്ക് വരുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നുള്ള ഒരു അത് നമുക്ക് എക്സാം എഴുതി ശീലിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ പേപ്പർ ദിവസം വായിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കും. പിന്നെ നമ്മൾ ഓരോ മാഗസീനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നോക്കും. പിന്നെ ഫാക്റ്റ് അധികം ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതിന് പരിധി ഉണ്ടല്ലോ, നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാലും അത് തീരില്ല. ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് പറയാനാണെങ്കിൽ പൊളിറ്റി എന്ന് പറയാം. അതുപോലെ മാത്സും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ്. പഠനത്തിന്റെ ഇടയിൽ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ചെറിയ ബ്രേക്കുകൾ എടുക്കും. ബ്രേക്കുകൾ, ഹോബീസ് എന്തൊക്കെയാണ്? പഠിത്തം വായിക്കാൻ താല്പര്യമാണ്. അപ്പോൾ ധാരാളം വായിക്കും. പിന്നെ നമ്മൾ കുറച്ച് യാത്ര പോവുക, കൂട്ടുകാരായിട്ടൊന്ന് ഇറങ്ങുക, അത്ര തന്നെ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെലഗ്രാം ആയാലും യൂട്യൂബ് ആയാലും നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ടെലഗ്രാം കുറേ ആൾക്കാർ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ എടുക്കാറ്. പക്ഷെ അല്ല, നമുക്ക് ധാരാളം ചാനൽസ് ഉണ്ടാവും. ഇപ്പോൾ ആ ചാനലിൽ കയറിയിട്ടാണ് കുറേ പോൾസ് അറ്റൻഡ് ചെയ്യുക. പോൾസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ എത്തിച്ചു കഴിഞ്ഞാൽ നാളെ അത് റെഡിയാക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ധാരാളം പോൾസാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എൻറ്റയർ ജേണിയിൽ അത്യാവശ്യം ലോങ് ടേം സ്ട്രഗിൾസ് നിറഞ്ഞൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. ഈ എൻറ്റയർ യാത്രയിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, ഇത്രയും നല്ലൊരു നേട്ടം കൈവരിച്ചപ്പോൾ നന്ദി പറയാനുള്ളത് ആർക്കൊക്കെയാണ്? എൻ്റെ അച്ഛനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം 10-25 വയസ്സായിട്ടും ഫുഡ് തരുന്നുണ്ടല്ലോ. മൂപ്പരോട് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത്. പിന്നെ അമ്മയോടും ഏട്ടനോടും എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ PK ചേട്ടനോടുണ്ട്. കാരണം സ്പെഷ്യൽ ടോപ്പിക് എനിക്ക് അത് ഭയങ്കര ഉപകാരമായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് അതേപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ അത് സ്കോർ ചെയ്യാൻ പറ്റി. ഒരു സർക്കാർ ജോലി എന്നൊരു സ്വപ്നമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരു റാങ്ക് ഹോൾഡർ എന്ന നിലയിൽ മനുവിന് എന്ത് അഡ്വൈസാണ് നൽകാനുള്ളത്? നമ്മൾ ഫീൽഡിലേക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരിക, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിനായിട്ടിരുന്ന് നമ്മൾ സമയം ചിലവഴിക്കണം. അപ്പോൾ ഏതൊരു ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ക്ലീഷേ ഡയലോഗാണ്, പക്ഷേ അതിൻ്റെതായ മഹത്വമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചില ക്രിയേറ്റീവായ ഫീൽഡിലേക്ക് പോകാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് PSCയിൽ, അതായത് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹമുള്ള ആളാണെങ്കിൽ, താല്പര്യമുള്ള ആളാണെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വരിക. അതാണ് അതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു, വേറെ റാങ്കുള്ള വേറെ കാര്യങ്ങൾ പറയുന്നു. നമ്മളിതൊക്കെ ആ സ്ട്രാറ്റജിയും കാര്യങ്ങളും കേട്ടിട്ട് സ്വയമായിട്ടൊരു മെത്തേഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ ഇപ്പം ഞാൻ പറയുന്നത് അതേപോലെ ഫോളോ ചെയ്യുന്നത് ഇപ്പം ഞാൻ നോട്ട് എഴുതാറില്ല. അപ്പോൾ അത് വിചാരിച്ച് വേറെ ആൾ നോട്ട് എഴുതിയില്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ മെത്തേഡ് സ്വയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാഴ്ച ആ മെത്തേഡ് ഉപയോഗിച്ച് നോക്കുക. അതായത് ലോങ് ടൈമിൽ ഉപയോഗിക്കാതെ ഒരാഴ്ച നമ്മൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും മെത്തേഡ് ഞാൻ ഓരോ ഉപയോഗിച്ച് ഒരു എക്സാം എഴുതി എനിക്ക് മാർക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ചിന്തിക്കുക, എന്നിട്ട് മെത്തേഡ് മാറ്റുക. അപ്പോൾ ലോങ് ടൈമിൽ ആ മെത്തേഡ് ഉപയോഗിക്കുക, ഷോർട്ട് ടൈമിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ രീതി കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും നല്ലത്. ഇപ്പോൾ ജോലി കെട്ടി സെറ്റായി, ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ്, ഇനി കല്യാണത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടോ? കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഒരു കൂട്ടുകാരെ സജസ്റ്റ് ചെയ്തു മാട്രിമോണി. അതിൽ പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിൻ്റെ ഇരട്ടി മധുരമായിട്ടിരിക്കുകയാണല്ലേ. ഓക്കെ, ഇനി ഫ്യൂച്ചർ ആസ്പിറേഷൻസ് പഠനത്തിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇനിയും പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ? KS ഉണ്ട്. KSന് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ആ സമയത്ത് നോക്കാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം കുറേ കാലം പരീക്ഷയ്ക്ക് പഠിച്ച് ഫുള്ള് ഹാങ് ആയിപ്പോയി. കുറച്ച് കാലം ഒന്ന് വിശ്രമിച്ചിട്ട് KS നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ
പ്രിപ്പറേഷൻ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. തുടങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 24ാം റാങ്ക് കരസ്ഥമാക്കിയ മനുമോഹനാണ്. മനുമോഹനോട് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു. ഇനിയും ഓരോ റാങ്ക് ഹോൾഡേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ള ആഗ്രഹം? ആ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ടെലഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. PKPSC Corner. Craft your future.